ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ 10th സ്റ്റാൻഡേർഡിൻ്റെ ഫിസിക്സിലുള്ള ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ശബ്ദ തരംഗങ്ങൾ ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതിനേക്കാൾ മുന്നേ എല്ലാവരും ഒരു നോട്ടും ഒരു പെന്നും എടുത്തിട്ട് വേഗം വന്നിരുന്നോ. എന്നിട്ട് എന്ത് ചെയ്യുക, ഞാൻ ക്ലാസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് വരുമ്പോൾ എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, ഒരു കുട്ടി ഊഞ്ഞാലാടുന്നുണ്ട്, കുറേ കുട്ടികളും ചുറ്റും നിന്നിട്ടുണ്ട്, പിന്നെ എന്താ, ഒരു ടീച്ചറും നിന്നിട്ടുണ്ട്. ഈ ഒരു കുട്ടി പറയും, നീ മാറ്, നീ 10 തവണയായി ഊഞ്ഞാലാടുന്നു, ഇനി എൻ്റെ ഊഴമാണ്, നീ മാറ് എന്ന് പറയും. അപ്പൊ ഈ കുട്ടി എന്ത് പറയും, ഇല്ല ഇല്ല, ആകെ 5 മാത്രമേ ആയിട്ടുള്ളൂ എന്ന് പറയും. അപ്പൊ ടീച്ചർ പറയും, ആ മോള് പറഞ്ഞതാണ് ശരി, 5 മാത്രമേ ആയിട്ടുള്ളൂ, 10 ആയിട്ടില്ല എന്ന്. അപ്പൊ അതെന്തുകൊണ്ടാ ഈ കുട്ടി 10 എന്നും ഈ കുട്ടി 5 എന്നും പറയാൻ കാരണം എന്തായിരിക്കും? എന്താ ഈ 5ഉം 10ഉം തമ്മിൽ എന്താ ഈ ഡിഫറൻസ് വരാൻ കാരണം? അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. ഊഞ്ഞാലാട്ടം എണ്ണേണ്ടത് എങ്ങനെയായിരിക്കും? ഞാനിവിടെ ഒരു ഊഞ്ഞാല് വരക്കാം. ഇത് ഊഞ്ഞാലാണ് എന്ന് വിചാരിക്കാം. എന്താ ഇത്? ഊഞ്ഞാലാണ്. ഈ ഊഞ്ഞാല് ഇങ്ങനെ ഒരു നിൽക്കും അല്ലെ. ഇനി എന്ത് ചെയ്യണോ, നമ്മള് ഒന്നുമില്ലെങ്കിൽ നമ്മളുടെ കൂടെ ആരെങ്കിലും ഉണ്ട്, എന്ത് ചെയ്യും, ഈ ഊഞ്ഞാലിനെ ഒന്ന് ബേക്കോട്ടേക്ക് ഇങ്ങനെ കൊണ്ടുപോകും അല്ലെ. ബേക്കോട്ടേക്ക് ഇങ്ങനെ കൊണ്ടുപോകും, ഒരു സൈഡിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് എന്ത് ചെയ്യും, ഇവിടുന്ന് കൈവിടും അല്ലെ. ഇവിടുന്ന് കൈവിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഊഞ്ഞാൽ ഇവിടെ ഇങ്ങനെ പോയി പിന്നെ എങ്ങോട്ട് പോകും, ഇങ്ങോട്ടേക്ക് പോകും അല്ലെ. എന്നിട്ട് ഇങ്ങോട്ടേക്ക് പോയിട്ട് ഇവിടെ നിൽക്കുവാണോ ചെയ്യുക ഊഞ്ഞാല്? അല്ല, ഇവിടുന്ന് എന്ത് ചെയ്യും, ഇവിടുന്ന് പിന്നെയും തിരിച്ച് ഇങ്ങോട്ടേക്ക് വരും, ഇങ്ങനെ പോകും അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യും, ഊഞ്ഞാല് ഇങ്ങനെ ആടിക്കൊണ്ടേ നിൽക്കും അല്ലെ. എന്താ ചെയ്യുന്നത്, ഈ ഊഞ്ഞാൽ എങ്ങനെയുള്ളത്, ബേക്കോട്ടേക്കും മുന്നോട്ടേക്കും ഇങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കും അല്ലെ. ഇങ്ങനെ പോയി സ്പീഡ് കുറഞ്ഞിട്ട് ഈ ഊഞ്ഞാല് ഈ ഒരു പോയിന്റിൽ വന്ന് നിൽക്കും അല്ലെ. സ്റ്റോപ്പ് ആവൂലേ. സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഊഞ്ഞാല് ഈ ഒരു പോയിന്റിൽ വന്ന് നിൽക്കും. ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ തുലന സ്ഥാനം എന്ന് പറയാ. എന്താണ് തുലന സ്ഥാനം? എന്താ, ഊഞ്ഞാൽ ആടി 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 ലാസ്റ്റ് ഒരു പോയിന്റിൽ വന്ന് നിൽക്കും. ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ തുലന സ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ നോക്ക്, ഊഞ്ഞാലിന്റെ ചലനം ഏതു തരമാണ്? വർത്തുളമാണോ അല്ലെ ദോലനാണോ? ഊഞ്ഞാൽ എങ്ങനെയാ, വട്ടത്തിലാണോ പോകുന്നത്? അല്ല. എങ്ങനെയാ പോകുന്നത്, ബേക്കോട്ടേക്കും മുന്നോട്ടേക്കും ഇങ്ങനെ പോവാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു ടൈപ്പ് ചലനം ഏതാണ്? ദോലനം അല്ലെ. ഇനി അടുത്ത, ഊഞ്ഞാലിന്റെ ചലനത്തെ സൂചിപ്പിക്കുന്ന രേഖാചിത്രം നിരീക്ഷിക്കുക. ഈ ഒരു ചിത്രം നോക്കാനാണ് പറയുന്നത്. ഊഞ്ഞാൽ സ്വതന്ത്രാവസ്ഥയിൽ നിന്ന് ദോലനം ആരംഭിക്കുന്ന സ്ഥാനം, തുലന സ്ഥാനം ഏതാണ്? അതായത് എന്താണ് തുലന സ്ഥാനം ഏതാണെന്നാ ചോദിക്കുന്നത്. ഏതാ? സ്വതന്ത്ര ഭാഗത്തിൽ നിന്ന് ദോലനം ആരംഭിക്കുമ്പോൾ അതിന്റെ തുലന സ്ഥാനം ഏതാന്നാ ചോദിക്കുന്നത്. തുലന സ്ഥാനം ഏതാ? ഇതല്ലേ, ഓ അല്ലേ. ഏതാണ്? ഓ ആണ് തുലന സ്ഥാനം. ഒരു വസ്തു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ ഇരുവശത്തേക്കും ചലിക്കുന്നതാണല്ലോ ദോലനം. അതായത് ഈ ഒരു പോയിന്റ് അല്ലെ, ഈ ഒരു തുലന സ്ഥാനത്തിനെ വെച്ച്, അതായത് ഈ ഒരു തുലന സ്ഥാനത്തിനെ ആസ്പദമാക്കിയിട്ട് ഒരു വസ്തു ഇങ്ങനെ ഈക്വൽ ആയിട്ട് ഇടവേളകളിൽ, കൃത്യമായ ഇടവേളകളിൽ രണ്ട് വശത്തേക്കും, ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും രണ്ട് വശത്തേക്കും കൃത്യമായ ഇടവേളകളിൽ ഇങ്ങനെ ചലിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത്? ദോലനം. അപ്പൊ ദോലനം എന്താണ്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു പോയിന്റ് ആയിട്ട് ഇപ്പൊ തന്നെ മാർക്ക് ചെയ്തോ. ഒരു വസ്തു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ ഇരുവശത്തേക്കും ചലിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ദോലനം. ക്ലിയർ ആയില്ലേ? അതിനെയാണ് നമ്മൾ ദോലനം എന്ന് പറയാ. ദോലനം. ഇനി നെക്സ്റ്റ് നോക്കാം. ചിത്രത്തിൽ തുലന സ്ഥാനത്തു നിന്നും ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരം എത്ര? എന്താ ചോദിച്ചിട്ടുള്ളത്? തുലന സ്ഥാനം ഏതാ?
ഒ അല്ലെ, ഒ എന്നുള്ള പോയിന്റ് നിന്ന് ബിയിലേക്കും എയിലേക്കും ഈ എന്ത് പോകുന്നുണ്ട്, ഊഞ്ഞാല് പോകുന്നുണ്ട് അല്ലെ. അങ്ങനെ ആകുമ്പോൾ ഒരു സൈഡിലേക്ക് മാത്രമുള്ള ഒരു സൈഡിലേക്ക് മാത്രമുള്ള, ഒരു വശത്തേക്ക് മാത്രമുള്ള പരമാവധി സ്ഥാനാന്തരം എത്രയാണ് എന്നാ ചോദിച്ചിട്ടുള്ളത്. എത്രയാ പരമാവധി? എ അല്ലേ. അപ്പൊ ആൻസർ എന്ത് വരും? എ ആണ് ആൻസർ. ഓക്കെ, നമുക്ക് നോക്കാം അടുത്തത്. തുലന സ്ഥാനത്ത് നിന്നും ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തിന്റെ അളവാണ് ആയതി, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും. ആയതി എ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ആയതിയുടെ SI യൂണിറ്റ് മീറ്റർ ആകുന്നു. എന്താ പറഞ്ഞിട്ടുള്ളത്? ആയതി പുതിയൊരു വാക്കാണ് അല്ലെ. ആയതി അതെന്താ നോക്കാം. ഒരു ഊഞ്ഞാല് അല്ലെ. ഈ ഊഞ്ഞാല് ഇതെന്തെന്നാ? തുലന സ്ഥാനാണല്ലോ. തുലന സ്ഥാനമാണ്. ഈ ഊഞ്ഞാല് നമ്മൾ ആട്ടിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടും പോവും ഇങ്ങോട്ടും പോവും അല്ലെ. O എന്ന് പറയുന്ന പോയിന്റിന് എയിലേക്കും ബിയിലേക്കും പോവും അല്ലെ. അപ്പോ ആയതിന്ന് വെച്ച് കഴിഞ്ഞാല് തുലന സ്ഥാനം ഉണ്ടല്ലോ, ഈ തുലന സ്ഥാനത്ത് നിന്ന് ഒരു സൈഡിലേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തിനെയാണ് ആയതി എന്ന് പറയാ. തുലന സ്ഥാനത്ത് നിന്ന് ഒരു സൈഡിലേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തിനെയാണ് ആയതി എന്ന് പറയാം. ഇങ്ങോട്ടേക്കോ അല്ലെ ഇങ്ങോട്ടേക്കോ, അതായത് ഒരു തുലന സ്ഥാനത്ത് നിന്ന് ഒരു സൈഡിലേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തിനാണ് ആയതി എന്ന് പറയാ, ആംപ്ലിറ്റ്യൂഡ്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എ എന്നാണ്. ആയതിനെ നമ്മൾ സൂചിപ്പിക്കുക ഈ ഒരു ചെറിയ അക്ഷരം എ വെച്ചിട്ടാണ്. അതിന്റെ SI യൂണിറ്റ് എന്താ? മീറ്റർ ആണ്. SI യൂണിറ്റ് എന്താ? മീറ്റർ. SI യൂണിറ്റ് എന്താ? മീറ്റർ ആണ്. മറക്കില്ലല്ലോ. എന്താണ് ആയതി? എന്താണ്? തുലന സ്ഥാനത്ത് നിന്നും പരമാവധി, അതായത് തുലന സ്ഥാനത്ത് നിന്നും ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തിന്റെ അളവിനെയാണ് എന്ത് പറയാ? ആയതി. ആയതി നമ്മൾ ഡിനോട്ട് ചെയ്യുക എ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ്. ആയതിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. ക്ലിയർ അല്ലേ? ഇനി ഊഞ്ഞാൽ ഒരു ആട്ടം ദോലനം പൂർത്തിയാക്കുന്നത് എപ്പോഴാണ്? ഊഞ്ഞാല് ഒരാട്ടം അല്ലെങ്കിൽ ഒരു ദോലനം പൂർത്തിയാക്കുന്നത് എപ്പോഴാണ്? ഓയിൽ നിന്ന് എയിലെത്തി തിരികെ ഓയിലെത്തുമ്പോൾ. അതായത് ഞാൻ ഇവിടെ ചിത്രം വരക്കാം. ഇവിടെ O ആണ്, ഇവിടെ A ആണ്, ഇവിടെ B ആണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് കേട്ടോ, സോറി. ഇത് B, ഇത് A. ഓക്കെ, എയും ബിയും ഓയും. ഊഞ്ഞാല് ഒരു ദോലനം എപ്പാണ് കംപ്ലീറ്റ് ചെയ്യാന്നാണ് ചോദിക്കുന്നത്. ഓയിൽ നിന്ന് എയിൽ വന്ന് തിരികെ ഓയിൽ എത്തുമ്പോഴാണോ, അല്ലെങ്കിൽ ഓയിൽ നിന്ന് എയിലെത്തി അവിടെ നിന്ന് ബിയിലേക്ക് പോയിട്ട് ഓയിൽ എത്തുമ്പോഴാണോ ഒരു ദോലനം കംപ്ലീറ്റ് ആകുന്നതെന്ന് എന്താ പറയാ? ഏതാ? ഓന്ന് എയിൽ പോയി ഓയിൽ എത്തുന്നതാണോ, അല്ലെങ്കിൽ ഓന്ന് എയിൽ പോയി ബിയിൽ പോയി ഓയിൽ എത്തുന്നതാണോ ഒരു ദോലനം? ഏതാ ഉത്തരം? രണ്ടാമത്തെ ആണ് അല്ലെ. ഏതാ? ഓയിൽ നിന്ന് എയിൽ പോയി ബിയിൽ പോയി ഓയിലേക്ക് എത്തുന്നത്. നമുക്ക് നോക്കാം. ഓയിൽ നിന്ന് പുറപ്പെട്ട് ഇരുവശങ്ങളിലേക്കും പോയി തിരികെ ഓയിൽ എത്തുമ്പോഴാണല്ലോ ഊഞ്ഞാൽ ഒരു ദോലനം പൂർത്തിയാക്കുന്നത്. അതായത് ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എയിൽ പോയി ഒരു വശത്തേക്ക് പോയി മറ്റേ വശത്തേക്കും പോയി തിരിച്ച് എവിടെ എത്തണം? തുലന സ്ഥാനത്ത് തന്നെ എത്തണം. എന്നാൽ മാത്രമേ ഒരു ദോലനം പൂർത്തിയാക്കുള്ളൂ ട്ടോ. എന്നാൽ മാത്രമേ ഒരു ദോലനം പൂർത്തിയാക്കുള്ളൂ. ഇപ്പുറത്തെ സൈഡ് അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡ്, അതായത് ഓന്ന് തുടങ്ങി ബിയിൽ പോയി ഓയിലെത്തി തിരിച്ച് എവിടെ എത്തണം? ഓയിൽ തന്നെ എത്തണം. എന്നാൽ മാത്രമേ ഒരു ദോലനം പൂർത്തിയാക്കുള്ളൂ. എവിടെ നിന്ന് ചലനം തുടങ്ങിയോ അതേ ദിശയിൽ അവിടെ തിരിച്ചു വരുന്നതാണ് ഒരു ദോലനം. എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ ഇങ്ങനെയാണുള്ളത് അല്ലെ. ബിയും എയും ഉണ്ട്. ഇവിടെ ഓന്ന് തുടങ്ങി എയിലെത്തി ഓയിലെത്തി. എന്താ പറഞ്ഞിട്ടുള്ളതേനും? ഏടുന്ന് തുടങ്ങുന്നോ അവിടെ തന്നെ എത്തിയാല് ദോലനമാവൂന്ന് പറഞ്ഞിന് അല്ലെ. പക്ഷെങ്കിൽ ഇവിടെ നോക്ക്, ഓന്ന് പോയി എയിലെത്തി ഓയിൽ പോയി, ഒരു ദോലനാവോ? ഇല്ല. അതെന്തുകൊണ്ടാ? നമ്മൾ ഇങ്ങോട്ടേക്കാണ് പോകുന്നത് അല്ലെ. ആദ്യം ഇങ്ങോട്ടേക്ക് പോയി എന്നിട്ട് തിരിച്ച് എവിടെ എത്തുന്നത്? ഓയില്. ഓന്റെ ഡയറക്ഷൻ, ദിശ എങ്ങനെയാ വരുന്നത്?
ഇങ്ങോട്ടേക്ക്. ഇത് രണ്ടും തിരിച്ചല്ലേ ഇങ്ങനെ എങ്ങനെയായിരിക്കണം? ഇങ്ങനെ പോയിട്ട് അതേ ദിശയിൽ തന്നെ ഓയിലെത്തണം. എന്താ? ഏത് ദിശയിലാണോ പോയത് അതേ ദിശയിൽ തന്നെ ഓയിൽ എത്തുന്ന പോലെ നാം എത്തണം. എന്നാൽ മാത്രമേ അത് എന്താവുള്ളൂ? ഒരു ദോലനം പൂർത്തിയാക്കുള്ളൂ. ക്ലിയർ ആയോ? ഓക്കെ. ഊഞ്ഞാലാടാൻ ഊഴം കാത്തു നിൽക്കുന്ന കുട്ടിയും ഊഞ്ഞാലാടുന്ന കുട്ടിയും കണ്ടെത്തിയ ദോലനങ്ങളുടെ എണ്ണം വ്യത്യാസമായതിന് കാരണം എന്തായിരിക്കും? ചർച്ച ചെയ്ത് കണ്ടെത്തൂ. ശരിയായ രീതിയിൽ ദോലനങ്ങൾ എണ്ണുന്നത് എങ്ങനെയാണ് മനസ്സിലായോ? എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ നേരത്തെ ഫസ്റ്റ് ഒരു ചിത്രം നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ? അതിലൊരു കുട്ടി പറഞ്ഞ് 10 ആയിന്ന്, മറ്റേ കുട്ടി പറഞ്ഞ് 5 ആയിന്ന്. അതെന്തായിരിക്കും കാരണം? ഊഞ്ഞാലാണ് അല്ലെ. ഈ 10 എന്ന് പറഞ്ഞ കുട്ടി എങ്ങനെയായിരിക്കും എണ്ണിയെ? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ട് പോയി ഇവിടെ എത്തുമ്പോഴേക്ക് 1 എന്ന് കൗണ്ട് ചെയ്ത്, എന്നിട്ടോ പിന്നെയും ഇങ്ങോട്ട് പോയി ഇവിടെ എത്തുമ്പോഴേക്ക് 2 എന്ന് കൗണ്ട് ചെയ്ത്. അപ്പൊ ഇങ്ങനെ ആടുമ്പോ എന്താവും? ഇത് 3 ആവും, 4 ആവും, 5 ആവും, 6 ആവും, 7 ആവും, 8 ആവും, 9 ആവും, 10 ആവും. ഇങ്ങനെയാണ് 10 ആയത്. പക്ഷെങ്കിൽ ശരിക്കും മറ്റേ 5 കിട്ടിയ കുട്ടി എങ്ങനെയായിരിക്കും എണ്ണിയത്? കറക്റ്റ് നമ്മളുടെ ഒരു ദോലനം പോലെ തന്നെ അല്ലെ. ഇവിടുന്ന് തുടങ്ങുവാണ്, ഇങ്ങനെ പോയി ഇവിടെ വന്ന് ഇവിടെ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ 1 ആയി. പിന്നെയും ഇങ്ങനെ പോയി ഇവിടെ എത്തിയ 2, 3, 4, 5 അങ്ങനെയാവും അല്ലെ. അതുകൊണ്ടാണ് ഇവിടെ 5ഉം ഇവിടെ എന്തും കിട്ടിയത്? 10ഉം കിട്ടിയത്. ഈ എണ്ണിയതാണോ ശരി, അല്ലെ ഈ എണ്ണിയതാണോ ശരി? ഈ എണ്ണിയതാണ് ശരി. ഇതെന്താ? തെറ്റാണ് അല്ലെ. ഇരുവശങ്ങളിലേക്കും പോയി അതേ ദിശയിൽ തന്നെ തുലന സ്ഥാനത്ത് തിരിച്ചെത്തണം. എന്നാൽ മാത്രമേ എന്താവുള്ളൂ? ഒരു ദോലനം ആവുള്ളൂ. ക്ലിയർ അല്ലേ? ഇനി അടുത്ത നോക്കാം. ദോലന ചലനങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ എഴുതൂ. ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം. ക്ലോക്കിലെ പെൻഡുലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാട്ടാ. ഈ പെൻഡുലം എങ്ങനെയാ ചലിക്കുക? ഇങ്ങനെ അല്ലെ. അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കോട്ടും മുന്നോട്ടും ഇങ്ങനെ പോകും അല്ലെ. അത് എന്തിന് ഉദാഹരണമാണ്? ദോലനത്തിന് ഉദാഹരണമാണ്. അടുത്ത എന്താ? ഊഞ്ഞാല് അല്ലെ. ഊഞ്ഞാലിന് ദോലനത്തിന് ഉദാഹരണമാണ്. ഊഞ്ഞാൽ ദോലനത്തിന് ഉദാഹരണം. അടുത്ത എന്തെന്നാ? നമ്മളുടെ വാഹനങ്ങളിലുള്ള വൈപ്പർ കണ്ടില്ലേ? എന്ത് വെള്ളമൊക്കെ നീക്കാൻ വേണ്ടിയിട്ട് വാഹനങ്ങൾ ഇങ്ങനെ കളിക്കുന്ന ഒരു വൈപ്പർ കാണില്ല? അതിങ്ങനെ ബേക്കോട്ടും മുന്നോട്ടുമാണ് പോയി കളിക്കുക. അതും എന്തിനും ഉദാഹരണ? ഇതിന് ഉദാഹരണമാണ്. ദോലനത്തിന് ഉദാഹരണമാണ്. ക്ലോക്കിലെ പെൻഡുലം എത്ര ദോലനങ്ങൾ പൂർത്തീകരിക്കുമ്പോഴാണ് ക്ലോക്കിൽ 1 മിനിറ്റ് സമയമാറ്റം ഉണ്ടാകുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? എവിടുന്ന് അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. 30 ദോലനങ്ങൾക്ക് 1 മിനിറ്റ് സമയമെടുക്കുന്ന ഒരു പെൻഡുലം ഒരു ദോലനം പൂർത്തിയാക്കാൻ എത്ര സമയം എടുക്കും എന്ന് കണ്ടെത്താമോ? എന്താ പറഞ്ഞിട്ടുള്ളത്? 30 ദോലനം. എത്രയാ? 30 ദോലനം. 30 ദോലനം ചെയ്യാൻ എത്ര സമയം എടുക്കുന്നത്? 1 മിനിറ്റ്. 30 ദോലനം ചെയ്യാൻ 1 മിനിറ്റ് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ദോലനത്തിന് എത്ര ടൈം? ഇത് വേഗം കണ്ടുപിടിച്ചൂടെ അല്ലെ. 30 ദോലനത്തിന് 1 മിനിറ്റ് ആണെങ്കിൽ 30 ദോലനത്തിന് 1 മിനിറ്റ് ആണെങ്കിൽ ഒരു ദോലനത്തിന് എത്ര മിനിറ്റ് ആയിരിക്കും? കണ്ടുപിടിച്ചൂടെ അല്ലെ. കണ്ടുപിടിക്കാം. ഇതെന്താണ്? എക്സ് ആണ്, അറിഞ്ഞൂടാത്തയാണ്. ഇപ്പൊ എന്ത് ചെയ്യാ? 30 ദോലനം 1 മിനിറ്റ്. 1 മിനിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 60 സെക്കൻഡ് ആണ് അല്ലെ. 1 മിനിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് 60 സെക്കൻഡ് ആണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്താൽ മതി? 60നെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 60നെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 2 സെക്കൻഡ് എന്ന് കിട്ടും അല്ലെ. ഇത് ക്ലിയർ ആയിനാ? ഇങ്ങനെ എഴുതുന്നത് ക്ലിയർ ആയിനാ? ഇങ്ങനെ എഴുതുന്ന ക്ലിയർ ആയിട്ടില്ലെങ്കിൽ വേറൊരു രീതി ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. എന്താ? 30 ദോലനം ചെയ്യാന് 1 മിനിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 സെക്കൻഡ് എടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ദോലനത്തിന് എത്ര ടൈം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ കണ്ടുപിടിക്കേണ്ടതായോണ്ട് എക്സ് എന്ന് കൊടുത്ത്, അറിഞ്ഞുകൂടാത്തയായോണ്ട് എക്സിനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യുക? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം.
30 ഇൻറ്റു എക്സ് എന്ന് വരും. 30 ഇൻറ്റു എക്സ് എത്രയാ? 30 എക്സ് ഇസ് ഈക്വൽ ടു 60 ഇൻറ്റു 1. 60 ഇൻറ്റു 1. അപ്പൊ എന്താ കാണണ്ടേ? എക്സ് അല്ലെ. എക്സ് ഈസ് ഈക്വൽ ടു 60/30. എത്ര കിട്ടുക? 0 0 വെട്ടി 6/3 2 സെക്കൻഡ് എന്ന് കിട്ടും. ക്ലിയർ ആയില്ലേ? അഥവാ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിച്ചാൽ മതി ട്ടാ. ഒരു ദോലനത്തിന് ആവശ്യമായ സമയത്തെ പീരിയഡ് എന്ന് പറയുന്നു. ഇത് ടി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. പീരിയഡ് അളക്കുന്നത് സെക്കൻഡ് എന്ന യൂണിറ്റ് ഉപയോഗിച്ചാണ്. ശ്രദ്ധിച്ചോളെ, എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു ദോലനം. എന്താ? ഒരു ദോലനം. ഒരു ദോലനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഈ ഒരു തുലന സ്ഥാനത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി തിരിച്ച് ഈ തുലന സ്ഥാനത്ത് തന്നെ എത്തുന്നതിനാണ് ഒരു ദോലനം എന്ന് പറയാം. ഇങ്ങനെ ഒരുടി ദോലനം ചെയ്യാൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പീരീഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയിന? എന്താ? ഒരു ദോലനത്തിന് എടുക്കുന്ന സമയം. ഇവിടുന്ന് തുടങ്ങുകയാണെങ്കിൽ ഇങ്ങോട്ട് പോയി ഇവിടം വരെ എത്താൻ ഉള്ള സമയത്തിനെയാണ് നമ്മൾ പീരീഡ് എന്ന് പറയാം. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ടി ആണ്. എന്താ? പീരീഡിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താ? ക്യാപിറ്റൽ ടി ആണ്. ടി സമയല്ലേ, അപ്പൊ സമയത്തിന്റെ യൂണിറ്റ് എന്താ? സെക്കൻഡ് ആണ്. അപ്പൊ പീരീഡിന്റെ യൂണിറ്റ് എന്താ? സെക്കൻഡ്. ദോലനം എന്താ? ഒരു ദോലനം കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായ സമയത്തിനെയാണ് എന്ത് പറയാ? പീരീഡ് എന്ന് പറയാ. അതിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ്. സോറി ട്ടോ. ഇനി അടുത്ത നോക്കാം. ഇതേ പെൻഡുലം ഒരു സെക്കൻഡിൽ എത്ര ദോലനങ്ങൾ പൂർത്തിയാക്കുമെന്ന് കണ്ടെത്തുക. എന്താ? ഈ സെയിം പെൻഡുലം എത്രയേനു? 30 ദോലനായിരുന്നു 60 സെക്കൻഡിൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര ദോലനം പൂർത്തിയാക്കും? എന്താ? ഒരു സെക്കൻഡിൽ എത്ര ദോലനം പൂർത്തിയാക്കുന്നതെന്നാ കാണേണ്ടത്. 30 ദോലനം 60 സെക്കൻഡിൽ. അങ്ങനെയാണ് ഒരു സെക്കൻഡിൽ എത്ര ദോലനം അറിഞ്ഞൂടാത്തത് കൊണ്ട് ഇത് നമ്മൾ എന്ത് ചെയ്ത്? എക്സ് ആക്കിയെടുത്ത്. ഇനി എന്ത് ചെയ്യുക? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 30 ഇൻറ്റു 1 30 ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു 60 ഇൻറ്റു എക്സ്. 60 ഇൻറ്റു എക്സ്. ഇനി എക്സിനെ കാണണ്ട. എക്സിനെ ഇവിടെ വെക്കുക, 60 ഇവിടെ എടുക്കുക. അപ്പൊ 30/60 ഇസ് ഈക്വൽ ടു എക്സ്. 0 വെട്ടി 3/6 എത്രയാ? 1/2 ഇസ് ഈക്വൽ ടു എക്സ്. 1/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.5 അല്ലെ. അപ്പോ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു സെക്കൻഡിൽ എത്ര ദോലന കവർ ചെയ്യുന്നത്? 0.5. ഒരു ദോലനം പോലും ഇല്ല. ആകെ അരദോലനം അല്ലെ. അരദോലനാണ് എത്ര സെക്കൻഡിൽ? ഒരു സെക്കൻഡിൽ പൂർത്തിയാക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി ട്ടാ. ഒരു മിനിറ്റിൽ 60 ദോലനങ്ങളുടെ എണ്ണം എത്രയാ? 30. സോറി, ഒരു മിനിറ്റിൽ ദോലനങ്ങളുടെ എണ്ണം 30. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിലെ ദോലനങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 30നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യാം. അഥവാ ഇങ്ങനെ ചെയ്യാൻ പെട്ടെന്ന് കത്തുന്നില്ല എങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി ട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നോക്കാം. നെക്സ്റ്റ് എന്താ? ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. എന്താ? ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. നേരത്തെ നമ്മൾ പീരീഡ് പഠിച്ചു അല്ലെ. പീരീഡ് എന്തേനു? ഒരു ദോലനം പൂർത്തിയാക്കാൻ ആവശ്യമായ സമയം അല്ലെ. ഒരു ദോലനം പൂർത്തിയാക്കാൻ ആവശ്യമായ സമയമായിരുന്നു പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഒരു സെക്കൻഡിൽ എന്താ? ഒരു സെക്കൻഡിൽ എത്ര ദോലനം. എന്താ? ഒരു സെക്കൻഡിൽ എത്ര ദോലനം ചെയ്യുന്നുണ്ട്? ഒരു സെക്കൻഡ് എന്ന് പറയുന്ന സമയത്തിൽ എത്രൂടി ദോലനം പൂർത്തിയാക്കുന്നുണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് പറയാം? ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറയാം. ക്ലിയർ ആയോ? എന്താണ്? ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം ദോലനം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആവൃത്തിന്റെ SI യൂണിറ്റ് എന്താ? HZ. ഇത് വായിക്കുക, ഹെർട്സ് എന്നാ. HZ, ഹെർട്സ് ആണ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തിന്റെ യൂണിറ്റ്. ആവൃത്തിനെ സൂചിപ്പിക്കുക F എന്നുള്ള
ഒരു ലെറ്റർ വെച്ചിട്ടാണ് കേട്ടോ. ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം പീരീഡ് ആണ്. എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഫ്രീക്വൻസി, ആവൃത്തി. ക്ലിയർ ആയില്ലേ? ഡൗട്ട് ഇല്ലാലോ? ഓക്കെ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? ഓസിലേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഓസിലേഷൻ അതായത് ദോലനം. ദോലനം എന്താ? ഒരു തുലന സ്ഥാനത്തിൽ നിന്നും ഇരുവശങ്ങളിലേക്ക് പോയിട്ട് ആ തുലന സ്ഥാനത്തിലേക്ക് പോയ ദിശയിൽ തന്നെ എത്തുന്നതിനെയാണ് നമ്മൾ ദോലനം എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്താ? ആംപ്ലിറ്റ്യൂഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ആംപ്ലിറ്റ്യൂഡ് എന്തെന്നാ? തുലന സ്ഥാനത്ത് നിന്ന് മാക്സിമം ആയിട്ടുള്ള സ്ഥാനാന്തരത്തിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പിരീഡ് പഠിച്ചിട്ടുണ്ട്. പിരീഡ് എന്തായിരുന്നു? ഒരു ദോലനം പൂർത്തിയാക്കാൻ ആവശ്യമായ സമയത്തിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത്? പിരീഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് നമുക്ക് ഫ്രീക്വൻസി ആണ് നോക്കാനുള്ള. അതായത് ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം ദോലനം ചെയ്യുന്നു, ഇതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ 3 ടേംസ് പഠിച്ചിട്ടുണ്ട്: ആംപ്ലിറ്റ്യൂഡ്, പീരീഡ്, ഫ്രീക്വൻസി. ഓരോരോ ടേംസിനും ഡിനോട്ട് ചെയ്യുന്ന ലെറ്റേഴ്സും പഠിക്കണം. എ ഫോർ ആംപ്ലിറ്റ്യൂഡ്, ടി ഫോർ ടൈം പീരീഡ്, എഫ് ഫോർ ഫ്രീക്വൻസി. ആംപ്ലിറ്റ്യൂഡിന്റെ യൂണിറ്റ് മീറ്റർ ആണ്, ടൈം പീരീഡിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്, ഫ്രീക്വൻസിന്റെ യൂണിറ്റ് ഹെർട്സ് ആണ്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിച്ചിട്ടുള്ളത്. ഇനി അടുത്തത് കുറച്ച് റിലേഷൻസ് ഉണ്ട്. അതായത് എഫും ടിയും തമ്മിലൊക്കെയുള്ള കുറച്ച് റിലേഷൻസ് നോക്കാനായിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇതുവരെ ഉള്ളതൊക്കെ നല്ല വൃത്തിയിൽ പഠിച്ച് സെറ്റായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്